ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നിറച്ച് റാഗി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് റാഗി പൗഡർ എടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേ നേരം കൂടി ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുമ്പോൾ ഒരു 4 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഇതുപോലെ കുഴച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചപ്പാത്തി നല്ല സോഫ്റ്റും പൊങ്ങി വരികയും ചെയ്യും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കണം. അരമണിക്കൂർ കഴിയട്ടെ. ഇതിപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അതിനുശേഷം പരത്തിയെടുക്കാം. അപ്പം ഞാൻ മാവെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി മാത്രം എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കാതെ റാഗി പൗഡറെല്ലാം ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് എല്ലിനും പല്ലിനും പ്രതിരോധ ശേഷിക്കും എല്ലാം നല്ലതാണ്. അർദ്ധവിരാമം കഴിഞ്ഞവർക്കെല്ലാം ഇത് റാഗി നമുക്ക് ഇടക്കിടക്ക് ഉപയോഗിക്കുന്നതാണ്. അത് അവനവന് പറ്റുന്ന ടേസ്റ്റ് പോലെയാണ് നമ്മൾ കൂടുതൽ കുറച്ച് അങ്ങനെ എടുക്കേണ്ടത്. ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി 1 ടേബിൾ സ്പൂണെങ്കിലും റാഗി പൗഡർ ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കഴിച്ചാൽ നല്ലതേ ഉണ്ടാവും. കുട്ടികൾക്കെല്ലാം കുറച്ചെങ്കിലും ഇതിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ അമ്മമാർ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തിയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ മേലെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെണ്ണയോ നെയ്യോ എല്ലാം പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചപ്പാത്തിയെല്ലാം ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി മുഴുവനായും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കാസറോളാണ് ഇട്ട് കൊടുക്കുന്നത്. കാസറോളിൽ നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ആവി വെള്ളമൊന്നും നമുക്ക് ചപ്പാത്തിൻ്റെ മേലെ ആവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.